മാവൊന്നും കുഴയ്ക്കാതെ മസാലയൊന്നും വഴറ്റാതെ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടെടുക്കണമെന്ന് നിർബന്ധമില്ല. ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും പിന്നെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സ്വീറ്റ് കോൺ ആണ്. ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കാണ്. ആ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചീസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ എരിവിന് പാകത്തിന് 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ പാകത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണും ക്യാപ്സിക്കൊക്കെയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താലും മതി. ചീസ് ഒഴിവാക്കിയിട്ടും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാനിതിൽ പിസ്സ സീസണിങ്ങും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സാധാരണ മസാലപ്പൊടികൾ ചേർത്തിട്ടും ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടൊരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും മൈദയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള കൂട്ടല്ല, ഒരല്പം കട്ടിയായിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി അവസാനം കാണിച്ചു തരാം. വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കൂട്ട് ആവശ്യമായിട്ടുള്ളത്. തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഏകദേശം 1 ടേബിൾ സ്പൂണും കുറച്ച് വെള്ളമൊക്കെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല കനത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ഇതവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഒരല്പം സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണല്ലോ കൂട്ടുള്ളത്. അപ്പോൾ 2 ബ്രെഡിൻ്റെ മുകളിലും ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് 2 ബ്രെഡും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കുറേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിതിപ്പം 4 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 6 സ്ലൈസ് ബ്രെഡ് ഉപയോഗിച്ചാണ് ഇത് മൊത്തത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ പലഹാരം ഉണ്ടാകുക. ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കോൺഫ്ലോർ കൂട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൈദയുടെ കൂട്ടിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം അരികുകൾ നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കൂട്ട് ഒരല്പം കട്ടിക്ക് വേണമെന്ന് പറയുന്നത്. ഇതുപോലെ കവർ ചെയ്തെടുത്ത് എക്സസ് ആയിട്ടുള്ള കൂട്ട് കളഞ്ഞതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷവും ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഇത് കുക്ക് ചെയ്യേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ നോക്കൂ, ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി വരുന്നത് വരെയാണ് ഞാനിതിപ്പോൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതുപോലത്തെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടിക്കോളും. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ട് ഒരു എണ്ണയും കാണില്ല. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കായാലും ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും പെർഫെക്റ്റ് ആണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാകുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലാണ് ഇന്നിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ സോസോ മയണൈസോ ഡിപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.